എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊന്ന് എടുത്തു നോക്കുക. 18ാമത്തെ പേജിൽ നമുക്കൊരു ചിത്രം തന്നിരിക്കുകയാണ്. ആ ചിത്രത്തിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ദ സ്ക്രീമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഡ്വേർഡ് മുനക് എന്ന് പറയുന്ന ചിത്രകാരനാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ഈ ചിത്രം നമ്മളോടൊന്ന് ഡീപ്പായിട്ട് വളരെ ആഴത്തിലൊന്ന് നിരീക്ഷിക്കുവാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രം നിരീക്ഷിച്ചതിന് ശേഷം നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നമ്മളോട് ഉത്തരം കണ്ടെത്തുവാനുമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ചോദ്യ സെക്ഷനിലേക്ക് പോവുകയാണ്. പിക്ചർ നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നു. ഓക്കെ, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? അതാണ് നമ്മൾക്ക് ആദ്യത്തെ ചോദ്യം. ഇതാണ്, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്? ഓക്കെ, ഉത്തരം ഇവിടെയുണ്ട്. ദ സ്ക്രീമ ഐ സി എ ഫിഗർ സ്റ്റാൻഡിങ് ഓൺ എ ബ്രിഡ്ജ്. ഈ സ്ക്രീമ എന്ന ഈ ചിത്രത്തിൽ ഐ സി ഞാൻ കാണുന്നു, എ ഫിഗർ ഒരു രൂപം, സ്റ്റാൻഡിങ് നിൽക്കുന്നു, ഓൺ എ ബ്രിഡ്ജ് ഒരു പാലത്തിന്മേൽ നിൽക്കുന്നു, ഫ്രോസൺ ഇൻ മൊമെന്റ് ഓഫ് ഇന്റൻസ് എമോഷണൽ ഡിസ്ട്രസ്. ഫ്രോസൺ അതായത് തണുത്ത് മരവിച്ച് നിൽക്കുകയാണ്. ഇൻ എ മൊമെന്റ് ഓഫ് ഇന്റൻസ്, ഒരു മൊമെന്റ്, ഒരു നിമിഷം, ഇന്റൻസ് വളരെ ശക്തമായ, എമോഷണൽ ഡിസ്ട്രസ്, എമോഷണലി ഡിസ്ട്രസ് ആയിട്ട് കുലുങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ തടസ്സപ്പെട്ടുകൊണ്ട് എമോഷണലി ബാലൻസ് മാറിക്കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു ചിത്രമാണ് ഞാനിവിടെ കാണുന്നത്. ദ ഫിഗേഴ്സ് വൈഡ് ഐസ്, അതായത് ആ ചിത്രത്തിന്റെ വൈഡ് ഐസ്, വിടർന്ന കണ്ണുകൾ, ഓപ്പൺ മൗത്ത് വാ തുറന്നിരിക്കുന്നത്, ആൻഡ് ഹാൻഡ്സ് പ്രസ്ഡ് കൈകൾ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു, ടു ഇറ്റ്സ് ഫേസ് അതിന്റെ ഫേസിനോട് മുഖത്തോട് കൈകൾ കൂട്ടി ചേർത്ത് വെച്ചിരിക്കുന്നു, സീംസ് ടു എക്കോ അത് ഒന്ന് കാണപ്പെടുന്നു, എക്കോ പ്രതിധ്വനിക്കുന്നതായിട്ട്, എ സൈലന്റ് സ്ക്രീം അതായത് നിശബ്ദമായ ഒരു കരച്ചലിനെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. സ്ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരച്ചൽ, നിശബ്ദമാണെന്നാണ് സൈലന്റ്. ഓഫ് എക്സിസ്റ്റൻഷ്യൽ ഡ്രെഡ്, ഒരു നിലനിൽപ്പിന് തന്നെ ഒരു ഭയം വന്നതുകൊണ്ടുള്ള ആ ഒരു കരച്ചിലായിട്ട് കാണുന്നു. ബിഹൈൻഡ് ദം അവർക്ക് അതിന് പിറകിൽ സ്വേർലിംഗ് ലൈൻസ് ഓഫ് വിവിഡ് റെഡ്, അതായത് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ലൈൻ, വിവിഡ് റെഡ് വരയിലുള്ള കാണുന്നു. ഓറഞ്ച് ആൻഡ് ബ്ലൂ ക്രിയേറ്റ് എ ഡ്രാമാറ്റിക് ഓൾമോസ്റ്റ് സർവൈവൽ സൂറിയൽ ലാൻഡ്സ്കേപ്പ്. അവിടെ എന്താണ് ചെയ്യുന്നത്? ഈ പിറകിൽ കാണിച്ചിരിക്കുന്ന ഈ വളഞ്ഞതും പൊളഞ്ഞതുമായിട്ടുള്ള ഓറഞ്ചും റെഡുമായിട്ടുള്ള ആ വരകളെ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള, സ്ട്രെയിഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപരിചിതമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ്, ഭൂമിയുടെ മാതൃകയാണ് കാണിച്ചു, അല്ലെങ്കിൽ ഭൂപ്രദേശത്തെ കാണിക്കുന്നു. ലൈക്ക് ദ സ്കൈ ആൻഡ് ദി എർത്ത് ആർ ബോത്ത് ട്രെംബ്ലിംഗ് ഇൻ സിങ്ക്. ഇവിടെ എന്താണ് കാണിക്കുന്നത്? ലൈക്ക് ദ സ്കൈ ആൻഡ് എർത്ത്, ഈ ഭൂമിയും ആകാശവും, ആർ ബോത്ത് ട്രെംബ്ലിംഗ് രണ്ടും വിറയ്ക്കുന്നു, ഇൻ സിങ്ക് ഒരേപോലെ തന്നെ, വിത്ത് ദ ഫിഗേഴ്സ് ഇന്നർ ടെർമോയിൽ അതായത് ആ ചിത്രത്തിന്റെ ഉള്ളിലുള്ള മാനസിക സംഘർഷത്തിനോടൊപ്പം തന്നെ ആകാശവും ഭൂമിയും ഒരുപോലെ വിറയ്ക്കുന്നു. ദ ടു ഷാഡോ ഫിഗേഴ്സ്, ആ രണ്ട് ഷാഡോ നിഴൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ എന്താ ചെയ്യുന്നത്? ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് സീൻ, ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന രണ്ട് നിഴൽ ചിത്രങ്ങൾ, ഓക്കെ, അൺഅവെയർ അവർക്കൊരു ബോധ്യമില്ല, പാസിംഗ് ബൈ അവർ പറന്നുകൊണ്ടിരിക്കുകയാണ്, വിത്ത് ദ ഈ ഇൻഡിഫറൻസ് അതായത് ആ ഇൻഡിഫറൻസ് അതായത് എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആ രണ്ട് നിഴലുകാർക്ക് ഒന്നുമില്ല. വിച്ച് ഒള്ളി ഡീപ്പൻസ്, ഈ കൂടുതൽ ആഴത്തിലാക്കുന്നു ദ സെൻസ് ഓഫ് ഐസൊലേഷൻ, ആ ഒറ്റപ്പെടലിന്റെ ആഴം കൂടുതൽ ആക്കിത്തീരുന്നു. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡു യു ഫീൽ വെൻ യു ലുക്ക് അറ്റ് ദിസ് പെയിന്റിംഗ്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ? ഓക്കെ, ഉത്തരം, വെൻ ഐ ലുക്ക് അറ്റ് ദ സ്ക്രീം, അതായത് ഞാൻ ഈ ചിത്രത്തിലേക്ക്, സ്ക്രീം എന്ന് പറയുന്ന ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ, ഐ ഫീൽ എ വേവ് ഓഫ് റോ, അതായത് എന്നിൽ ഒരു തരംഗം ഉണ്ടാക്കുന്നു, ഒരു പലതരത്തിലുള്ള ഒരു നീണ്ട തരംഗം ഉണ്ടാക്കുന്നു. അൺഫിൽറ്റേഡ് ആങ്സൈറ്റി, അതായത് ശുദ്ധി ചെയ്യാത്ത ആങ്സൈറ്റി, അതായത് എന്തായി തീരുമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു ആകുലത ഉണ്ടാകുന്നു. ആൻസൈറ്റി, അൺഫിൽറ്റേഡ് ശുദ്ധി ചെയ്യാത്തതെന്ന് ഇവിടെ അർത്ഥം വരുന്നത്. ലൈക്ക് ദ ഹോൾ വേൾഡ് ഈസ് എക്കോയിങ് വൺ പേഴ്സൺ സൈലന്റ് ക്രൈ ഫോർ ഹെൽപ്പ്. അതോടൊപ്പം തന്നെ ഈ ഹോൾ വേൾഡ്, ഈ ലോകം മുഴുവൻ, ഈസ് എക്കോയിങ് അതായത് എക്കോയായിട്ട് കേൾക്കുന്നു, പ്രതിധ്വനിക്കുന്നു. എക്കോയിങ് എന്ന് വെച്ചാൽ പ്രതിധ്വനിക്കുന്നു. വൺ പേഴ്സൺസ് ഒരു വ്യക്തിയുടെ സൈലന്റ് ക്രൈ നിശബ്ദമായ കരച്ചിൽ, ഫോർ ഹെൽപ്പ് സഹായത്തിന് വേണ്ടിയുള്ള നിശബ്ദമായ കരച്ചിൽ.
ഇറ്റ് ഈസ് എ പവർഫുൾ റിമൈൻഡർ. ഇത് വളരെ ശക്തിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓഫ് ഹൗ ഡീപ്ലി ഐസൊലേഷൻ ആൻഡ് എമോഷണൽ ഓവർവെം ക്യാൻ ഷേപ്പ് യുവർ ഇന്നർ ലാൻഡ്സ്കേപ്പ്. എത്ര ആഴത്തിൽ ഐസൊലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെടലും ആൻഡ് എമോഷണൽ ഓവർവെം, അതായത് മാനസിക സംഘർഷ അവസ്ഥ, ക്യാൻ ഷേപ്പ് യുവർ ഇന്നർ ലാൻഡ്സ്കേപ്പ്, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരവസ്ഥയെ എങ്ങനെയെല്ലാം ഫോം ചെയ്തെടുക്കാമെന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നു. ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. ഈസ് ദ സ്ക്രീമ കോസ്ഡ് ബൈ ഫിയർ, ആങ്സൈറ്റി ഓർ ഡെസ്പെയർ? ഈ സ്ക്രീമ എന്ന് ഈ സ്ക്രീം എന്താണ്? കോസ്ഡ്, കാരണമായി തീരുന്നു. കോസ്ഡ് എന്തുകൊണ്ട് കാരണമായി തീരുന്നു? ഫിയർ, പേടി കൊണ്ടാണോ? ആങ്സൈറ്റി കൊണ്ടാണോ? ആകുലത കൊണ്ടാണോ? ഡെസ്പെയർ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. വാട്ട് ഡു യു തിങ്ക്? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഐ തിങ്ക് ദ സ്കീമ ഈസ് എ പിയേഴ്സിംഗ് എക്കോ ഓഫ് ഓൾ ത്രീ. എനിക്ക് തോന്നുന്നു ഈ സ്കീമ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ സ്ക്രീം എന്ന് പറയുന്ന ചിത്രം എക്കോ, പ്രതിധ്വനിയാണ് ഓഫ് ഓൾ ത്രീ, ആ മൂന്നെണ്ണത്തിന്റെയും. ഏതിന്റെ അല്ല? ഫിയറിന്റെ, പേടിയുടെ, ആൻസൈറ്റി, ആകുലതയുടെ, ഡെസ്പെറലിന്റെ, എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥ, ഈ മൂന്നിന്റെയും കൂടി ഒരു കൂടിച്ചേരലാണ്. കൊളീഡിങ് ഇൻ വൺ ഓവർവെയിമിംഗ് മൊമെന്റ്. ഒരു മൊമെന്റില് ഇതെല്ലാം കൂടി ഒന്നിച്ച് ഇടിച്ചു ചേർന്നിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ആസ് ഇഫ് ദ ഫിഗർ ഈസ് നോട്ട് ജസ്റ്റ് റിയാക്ടിങ് ടു ദ വേൾഡ്. അതായത് ഇവിടെ എന്താണ് കാണിക്കുന്നത്? ഈ ഫിഗർ ഈ ലോകത്തിനോട് ഒന്ന് പ്രതികരിക്കുന്നതായിട്ടല്ല കാണുന്നത്, ബട്ട് അൺറാവലിംഗ് ബെനീത്ത് ദ വെയിറ്റ് ഓഫ് എക്സിസ്റ്റൻസ് ഇറ്റ്സെൽഫ്. അതായത് ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? അൺറാവലിംഗ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ? ബിനീത്ത്, ഈ അടിയിൽ. എന്തിന്റെ അടിയിലാണ് ഇവിടെ അൺട്രാവലിംഗ് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ ഇത് ടൈ ചെയ്ത് വെച്ചിരിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബെനീത്ത്, അടിയിലാണ്. ദ വെയിറ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഇറ്റ്സെൽഫ്, അതായത് അതിന്റെ നിലനിൽപ്പിന്റെ അടിയിൽ അതിനെ കെട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിലനിൽപ്പിന്റെ ആ ഭാരത്തിന്റെ അടിയിൽ അതിനെ കെട്ടിവെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ ഭാരത്തിന്റെ അടിയിൽ, ജീവിത ഭാരത്തിന്റെ അടിയിൽ കെട്ടിവെച്ചുകൊണ്ടൊരു ഭാരത്തെ ചുമക്കുന്ന ചിത്രമായിട്ടാണ് അതിനെ പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നാലാമത്തെ ചോദ്യം. If the subject of the painting were to speak, what would he or she say? ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന, ആ പെയിന്റിങ്ങിൽ തന്നിരിക്കുന്ന വ്യക്തി സംസാരിക്കുകയാണെങ്കിൽ വാട്ട് വുഡ്, എന്തായിരിക്കും? ഷീ, അവൻ ഓർ അവൾ, സേ, അതായത് ഇത് ആണാണോ പെണ്ണാണോ എന്ന് കാഴ്ചക്കാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ ചിന്തയിൽ അവനോ അവളോ ആകട്ടെ, അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആ പ്രതികരണം എന്റേതായ രീതിയിൽ, എന്റെ ഇമാജിനേഷനിലും ഭാവനയിൽ ഞാൻ ഇങ്ങനെ എഴുതുന്നു. ദ വേൾഡ് ഈസ് സ്പിന്നിങ് ടു ഫാസ്റ്റ്, അതായത് ഈ ലോകം വളരെ വേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഐ കാണ്ട് ഹോൾഡ് ഇറ്റ് സ്റ്റിൽ, എനിക്ക് അതിനെ പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുന്നില്ല. ഐ ഫീലിംഗ് എവറിത്തിങ് ടു മച്ച് അറ്റ് ഓൾ അറ്റ് വൺസ്, എനിക്ക് അനുഭവപ്പെടുന്നു. എവരിത്തിങ്, എല്ലാം. ഓൾ അറ്റ് വൺസ്, എല്ലാം ടു മച്ച് ആയിട്ട്, കണക്കിൽ കൂടുതൽ, അല്ലെങ്കിൽ എനിക്ക് താങ്ങാവുന്നതിനേക്കാൾ അധികമായിട്ട് എല്ലാം എനിക്ക് അനുഭവപ്പെടുന്നു ഒരേ ഒരു നിമിഷത്തിൽ. ആൻഡ് ദർ ഇസ് നോ എസ്കേപ്പ്, അതിൽ നിന്നും ഒരു രക്ഷപ്പെടലില്ല. ഫ്രം ദ നോയ്സ് ഇൻസൈഡ് മീ, എൻ്റെ ഉള്ളിലുള്ള ആ പ്രയാസത്തിന്റെയും ആങ്സൈറ്റിയുടെയും ഓവർവെയിമിങ്ങിന്റെയും ഒക്കെയുള്ള ആ ഒച്ചയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുവാനുമായിട്ടും സാധിക്കുന്നില്ല. ഇതായിരിക്കാം ആ പിക്ചർ പറയുന്നതായിട്ട് ഞാൻ ഇമാജിൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്, ഇൻ ദ ആറ്റിക് എന്നുള്ള ഭാഗത്തേക്ക്. ഓക്കെ.